സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായി തരംഗമാകുന്നത് ദിയ കൃഷ്ണയും കുടുംബവുമാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 5-നാണ് ദിയയ്ക്ക് ആദ്യത്തെ കൺമണി പിറന്നത്. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് കുടുംബം പേരിട്ടിരിക്കുന്നത്. ഓമി എന്നാണ് വിളിപ്പേര്. യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ലൈഫ് സ്റ്റൈൽ വ്ളോഗറുമായതുകൊണ്ട് തന്നെ ഗർഭിണിയായത് മുതലുള്ള എല്ലാ വിശേഷങ്ങളും ദിയ വ്ളോഗായി പങ്കിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസവവും സഹോദരി അഹാനയുടെ സഹായത്തോടെ വ്ളോഗായി ദിയ ഷൂട്ട് ചെയ്തിരുന്നു. കുഞ്ഞു പിറന്ന സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ദിയയും കുടുംബാംഗങ്ങളും ആദ്യം അറിയിച്ചത്. പിന്നീടാണ് പ്രസവ വീഡിയോ ദിയ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത്. നോർമൽ ഡെലിവറി ആയിരുന്നു ദിയയുടേത്. പ്രസവത്തിനായി നേരത്തെ തന്നെ ലേബർ സ്യൂട്ട് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവും കുടുംബാംഗങ്ങളും എല്ലാം പ്രസവ സമയത്ത് ദിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വീഡിയോ അതിവേഗത്തിൽ വൈറലായി. 2 ദിവസം കൊണ്ട് വീഡിയോ കണ്ടത് 66 ലക്ഷം ആളുകളാണ്. യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലും വീഡിയോ ഒന്നാമതാണ്. പൊതുവെ പ്രസവ വീഡിയോയോടൊന്നും ഗർഭിണിയുടെ വ്ളോഗുകളോടൊന്നും മുഖം തിരിക്കുന്നവരാണ് മലയാളികൾ. പ്രസവം പോലും കണ്ടന്റാക്കി പണം സമ്പാദിക്കാൻ നോക്കുന്നുവെന്നാണ് ഫാമിലി വ്ളോഗേഴ്സ് പ്രധാനമായും കേൾക്കാറുള്ള വിമർശനവും. എന്നാൽ ദിയയുടെ ഡെലിവറി വീഡിയോ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു. പുരുഷന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ദിയയുടെ ഡെലിവറി വീഡിയോ എന്നാണ് പ്രതികരണങ്ങൾ. പ്രസവ സമയത്ത് ഒരു സ്ത്രീ എത്രമാത്രം വേദന അനുഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും സ്ത്രീയെ അടുത്തറിയാനും ദിയയുടെ വീഡിയോ സഹായിക്കുമെന്നും ചിലർ പ്രതികരിച്ചു. ദിയയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അമ്മമാരെ ഉപേക്ഷിക്കാനോ പരിഹസിക്കാനോ വേദനിപ്പിക്കാനോ പിന്നീട് ഒരു മകനും മകൾക്കും തോന്നില്ലെന്നും കമന്റുകളുണ്ട്. യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് എന്നതുകൊണ്ട് തന്നെ ദിയയുടെ ഡെലിവറി വ്ളോഗ് പണം വാരും. വ്യൂവർഷിപ്പിനും വരുമാനത്തിനും അപ്പുറം ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം വീഡിയോ ആക്കി ഡോക്യുമെന്റ് ചെയ്യുക, ഭാവിയിൽ മക്കൾക്കത് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശവും പ്രസവം ഷൂട്ട് ചെയ്യുന്നതിലൂടെ ദിയയ്ക്കും അശ്വിനും ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഭാവിയിൽ താൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമെന്ന് അശ്വിനും പറഞ്ഞിരുന്നു. തൻ്റെ ലക്കി ചാമാണ് കുഞ്ഞെന്ന് തനിക്ക് അറിയാമെന്നും കുഞ്ഞിനെ 9 മാസം വയറ്റിൽ ചുമക്കുന്ന സമയത്ത് തന്നെ ദിയ പറയുമായിരുന്നു. തൻ്റെ ഓഫീസിലെ ജീവനക്കാർ നടത്തുന്ന കള്ളത്തരങ്ങൾ പോലും പിടികൂടാൻ സാധിച്ചതും തൻ്റെ ഭാഗത്തെ ന്യായം തെളിയിക്കാൻ കഴിഞ്ഞതും കുഞ്ഞിൻ്റെ ഐശ്വര്യം കൊണ്ടാണെന്നും ദിയ പറഞ്ഞിരുന്നു. ദിയയുടെ മകന്റെ പേരും ചർച്ചയാകുന്നുണ്ട്. അധികം കേട്ടുകേൾവിയില്ലാത്ത പേരാണ് നിയോം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പേര് കുടുംബം സെലക്ട് ചെയ്യാനുള്ള കാരണം ആരാധകരും ചർച്ച ചെയ്തിരുന്നു. സ്റ്റൈലിഷ് പേര് എന്നതിനപ്പുറം ലോർഡ് ശിവ എന്നൊരു അർത്ഥം പേരിനുണ്ടെന്നാണ് ഗൂഗിൾ നൽകുന്ന വിവരം. കുഞ്ഞിന് പേര് കണ്ടെത്താനുള്ള ചുമതല അമ്മയ്ക്കാണെന്നും സംസ്കൃതം പേര് അമ്മ കണ്ടെത്തി തരുമെന്നും ദിയ പറഞ്ഞിരുന്നു. അമ്മയായിരിക്കാം നിയോം എന്ന പേരും ദിയയ്ക്ക് കണ്ടെത്തി കൊടുത്തത്. അമ്മയുടെ പേരും പെരുമയും എല്ലാം 10 മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നിയോം ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. അയ്യപ്പസ്വാമി ദിയയ്ക്ക് ആൺകുഞ്ഞായി പിറക്കുമെന്ന് 5 മാസം മുൻപ് ഗർഭിണിയായിരിക്കെ ഒരു കൈനോട്ടക്കാരൻ പ്രവചിച്ചിരുന്നു.